ഇനി അന്തർദേശീയ വാർത്തകളിലേക്ക് പോവുകയാണെങ്കിൽ സിറിയയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായി നിൽക്കുന്നത്. കാരണം സിറിയയുടെ വിവിധ കേന്ദ്രങ്ങളിൽ ഇസ്രായേലിന്റെ വ്യോമാക്രമണം ഇപ്പോഴും തുടരുകയാണ്. 250-ലധികം ഇടങ്ങളിൽ ആക്രമണം നടത്തിയിട്ടുണ്ട്. പ്രതിപക്ഷ സഖ്യത്തിന് രാജ്യത്തിന്റെ ഭരണം കൈമാറാൻ തയ്യാറാണെന്ന് അസദിന്റെ കാലത്തെ പ്രധാനമന്ത്രി മുഹമ്മദ് ഗാസി അൽ ജലാലി അറിയിച്ചു. തുർക്കിയുടെ പിന്തുണയുള്ള വിമത സഖ്യമായ സിറിയൻ നാഷണൽ ആർമി വടക്കൻ സിറിയയിൽ കുർദ്സേനയുടെ നിയന്ത്രണത്തിലുണ്ടായിരുന്ന മൻജിബ് പിടിച്ചെടുത്തു. സിറിയയിലെ HTSനെ ഭീകര പട്ടികയിൽ നിന്ന് മാറ്റാൻ കഴിയുമെന്ന് അമേരിക്ക അറിയിച്ചു. BK സുഹൈൽ ചേരുന്നുണ്ട്. സുഹൈൽ, എന്താണ് സിറിയയിൽ സംഭവിക്കുന്നത്? ധന്യ, ഏറ്റവും പ്രധാനം 250 കേന്ദ്രങ്ങളിലാണ് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ സിറിയയിലെ വിവിധ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയത്. ഇസ്രായേൽ അതിന് പറയുന്ന ന്യായം വിവിധ ആയുധപ്പുരകളിലും അതേപോലെ തന്നെ സൈനിക വിമാനത്താവളങ്ങളിലും സംഭരിച്ചു വെച്ചിട്ടുള്ള ആയുധങ്ങൾ അത് ഭീകര പ്രസ്ഥാനങ്ങൾക്ക് ലഭിക്കാതിരിക്കാനാണ് എന്ന പേരിലാണ് ഇപ്പോൾ വലിയ ആക്രമണങ്ങൾ നടത്തുന്നത്. ഇത് സാധാരണക്കാരുടെ സിവിലിയന്മാർക്കെതിരെയുള്ള ആക്രമണമല്ല എന്നും പറയുന്നു. പക്ഷേ ഒരു പരമാധികാര രാജ്യമായ സിറിയയ്ക്കു നേരെ മറ്റൊരു രാജ്യം നടത്തുന്ന ഈ ആക്രമണത്തെ ലോകരാജ്യങ്ങൾ കയ്യും കെട്ടി നോക്കി നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ ഗോലാൻ കുന്നുകളിലേക്കും അതിനിപ്പുറം സിറിയയുടെ അതിർത്തി പ്രദേശങ്ങളിലേക്കും ഇസ്രായേൽ കടന്നു കയറുന്ന സൂചനകൾ നമ്മൾ കാണുന്നു. അതോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഇവിടെ ഭരിക്കാൻ പോകുന്ന ഡമസ്കസ് പിടിച്ചെടുത്തിട്ടുള്ള ബഷാർ അൽ അസദിനെ വീഴ്ത്തിയ സംഘം ഹൈഅത്തു തഹ്രീർ ഷാം എന്ന HTSനെ HTSുമായി ബന്ധപ്പെട്ടുകൊണ്ട് അമേരിക്കയുടെ നിലപാട് മാറ്റങ്ങൾ വരുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഔദ്യോഗിക വക്താവ് പറഞ്ഞത്, ഞങ്ങൾ HTSുമായി പലതരത്തിലുള്ള ആശയവിനിമയങ്ങൾ നടത്തുന്നു, എന്താണ് HTSന്റെ പ്രവർത്തനങ്ങൾ എന്ന് ഞങ്ങൾ നിരീക്ഷിക്കുന്നു, ഒരുപക്ഷെ ഭീകര പട്ടികയിൽ നിന്ന് HTSനെ ഒഴിവാക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് അമേരിക്ക പറയുകയാണ്. ഇത് ഈ മേഖലയിലെ പ്രധാനപ്പെട്ട ഒരു മാറ്റമായി തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം HTSനെ അംഗീകരിക്കുകയാണ് എങ്കിൽ, HTSന്റെ ഭരണത്തെ അമേരിക്ക അംഗീകരിക്കുകയാണ് എങ്കിൽ ഇനി എന്തായിരിക്കും നിലവിലുള്ള സിറിയയുടെ ഭാവി എന്നുള്ള കാര്യത്തിൽ വളരെ നിർണായകമായിട്ടുള്ള ഒരു ചുവടുവെപ്പായി അത് മാറും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം ഇപ്പോൾ ബഷാർ അൽ അസദ് നിയന്ത്രിക്കുന്ന സ്ഥലങ്ങളിൽ മാത്രമാണ് HTSന് നിയന്ത്രണമുള്ളത്. മറുഭാഗത്ത് SDF എന്ന് പറയുന്ന മറ്റൊരു സേന ഭരിക്കുന്ന കുറേ പ്രദേശങ്ങളുണ്ട്. ആ SDFന് നേതൃത്വം നൽകുന്നത്, അവർക്ക് പിന്തുണ നൽകുന്നത് അമേരിക്കയാണ്. അവർ കുർദ് സ്വയംഭരണം ആണ് അവർ അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ആ മേഖലകളിലേക്ക് കൂടി കടന്നു കയറാനും അതോടൊപ്പം തന്നെ സിറിയ ഒന്നാകെ ഭരിക്കാനും കഴിയുമോ എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യത്തിന് അമേരിക്കയുടെ പിന്തുണ വളരെ പ്രധാനമാണ്. അതോടൊപ്പം അമേരിക്കയുടെ പിന്തുണ ഇസ്രായേലുമായുള്ള സംഘർഷത്തിലും പ്രധാനമായിരിക്കും. അപ്പോൾ HTS എന്ന് പറയുന്നത് നേരത്തെ ISന്റെയും അൽ ഖായിദയുമായും ബന്ധമുള്ള ഒരു സംഘടനയാണ് എന്നും അത് ഭീകരപ്രസ്ഥാനമാണ് എന്നുമായിരുന്നു അമേരിക്കയും പാശ്ചാത്യ രാജ്യങ്ങളും എല്ലാവരും പറഞ്ഞിരുന്നതെങ്കിൽ ആ തരത്തിലുള്ള ഒരു നിലപാട് മാറ്റത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. ഒപ്പം നമ്മൾ പറയേണ്ടത്, മറുഭാഗത്ത് തുർക്കിയുമായി അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളിൽ കുർദ് സേനകളിൽ നിന്നും തുർക്കിയുടെ സേന SNA എന്ന് പറയുന്ന തുർക്കി നിയന്ത്രണത്തിലുള്ള പ്രസ്ഥാനങ്ങൾ പിടിച്ചെടുക്കുന്നു എന്നുള്ളതാണ്, ആ പ്രദേശങ്ങൾ പിടിച്ചെടുക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒരു ഭാഗത്ത് ഡമസ്കസിൽ വലിയ ഭരണമാറ്റങ്ങൾ ഉണ്ടാകുന്നുവെങ്കിലും മറുഭാഗത്ത് പലതരത്തിലുള്ള ആഭ്യന്തര കലഹങ്ങളും ഇപ്പോൾ സജീവമാകുന്നു എന്നുള്ളത് ശ്രദ്ധേയമാണ്.